എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് അദ്ദേഹം ഒരു ചർച്ചയ്ക്കുള്ള അവസരം നമുക്കിപ്പോൾ തന്നിരിക്കുന്നു. അതായത് മധ്യവേനൽ അവധിക്കാലം ഏപ്രിൽ മെയ് എന്നുള്ളത് ജൂൺ ജൂലൈ ആക്കണമോ എന്നതാണ് ഇപ്പോൾ ജനങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അതിന്മേലുള്ള അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് പണ്ട് മുതൽ തന്നെ സ്കൂൾ സമ്പ്രദായത്തിൽ ഈ ഒരു മധ്യവേനൽ അവധി, അതിൻ്റെ പേര് തന്നെ മധ്യവേനൽ അവധി എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് എല്ലാ കുട്ടികളും രക്ഷിതാക്കളും സ്കൂളുകളും എല്ലാം ഫോളോ ചെയ്യുന്നതും. നിലവിൽ ഇതിൽ മറ്റു പരാതികളൊന്നും തന്നെ വന്നിട്ടില്ല. ഇത് മാറ്റണമെന്ന് പറഞ്ഞ അഭിപ്രായങ്ങളൊന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂടാണ്, അത് കുട്ടികളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴക്കാലമാണ്. ആ ഒരു സമയത്ത് അവധി കൊടുത്താൽ കുട്ടികൾക്ക് അത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പോരാത്തതിന് ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴക്കാലമായതുകൊണ്ട് തന്നെ ക്ലാസ് വെക്കുന്നത് കൊണ്ട് തന്നെ മഴക്കാലത്തിൻ്റെ അവധി കാരണം പല ക്ലാസ്സുകളും കുട്ടികൾക്ക് നഷ്ടമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണ്ട് മുതൽ ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായം കൊണ്ട് അത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി നൽകുമ്പോൾ പല പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കാരണം പല രക്ഷിതാക്കളും കുട്ടികളെ ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്കൂളിൽ അയച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. അവർക്ക് നോക്കാനുള്ള സമയം കാണത്തില്ല. അപ്പോഴും ഈ ഒരു മഴ പെയ്യുമ്പോഴും വെള്ളക്കെട്ടുണ്ടാകുമ്പോഴും അവരുടെ വിചാരം എൻ്റെ കുട്ടി സ്കൂളിലാണല്ലോ എന്നൊരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു സമാധാനം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അവധി വെക്കുമ്പോൾ എന്ത് വിശ്വസിച്ചാണ് രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് രക്ഷിതാക്കൾ വീട്ടിലിരിക്കുന്നത്? കുട്ടികൾ പറയും അവർക്ക് അവധിയാണ്, അവർക്ക് എൻജോയ് ചെയ്യണം എന്ന് പറയും. കാരണം ഏപ്രിൽ മെയ് മാസത്തെ കൂട്ട് തന്നെ അവർക്ക് ഇറങ്ങി നടക്കണം. മഴയൊന്നും അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല. അവർ വീട്ടിൽ ഇരിക്കത്തില്ല. അവർ വെള്ളം കാണുമ്പോൾ ചാടും. കാരണം കുട്ടികളല്ലേ, പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. അവർ വെള്ളം കാണുമ്പോൾ ചാടും, അപകടങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അവർ വീട്ടിൽ അടച്ചിരുത്താൻ പറ്റുന്നതല്ലല്ലോ. ഏപ്രിൽ മെയ് മാസങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു വെക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും അതുപോലെ തന്നെ വീട്ടുകാരോടൊപ്പം യാത്ര ചെയ്യും. പക്ഷേ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ഒരു മഴക്കാലത്ത് ഏത് ടൂറിസ്റ്റ് മേഖലയിലാണ് പോകാൻ പറ്റുന്നത്? അപ്പോൾ എന്താ പറയുന്നത്, വെയിലും മഴയും എല്ലാം രണ്ട് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. ഇപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് ജൂൺ ജൂലൈ മാസത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്ലാസ് കട്ട് ചെയ്തിരിക്കുന്ന വിദ്യാഭ്യാസ സംഘടനകളുടെ സമരം കൊണ്ടാണ്, അല്ലാതെ മഴയുടെ ഇതുകൊണ്ടല്ല. ഇപ്പം മഴയുടെ അവധി വന്ന ഒരു 5 ജില്ലയ്ക്ക് ഒരു അവധിയാണ്, അല്ലെങ്കിൽ 3 ജില്ലയ്ക്ക് ഒരു അവധിയാണ്, അല്ലാതെ 14 ജില്ലകൾക്ക് അവധി കൊടുക്കുന്നില്ലല്ലോ. അത് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ മാത്രമാണ് ചില താലൂക്കുകളിലോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖലകളിൽ അവധി കൊടുക്കുന്നത്. ആ ഒരു സമയം ഓൺലൈൻ ക്ലാസ് ആക്കിക്കൂടെ? ഓൺലൈൻ ക്ലാസ് അല്ലേ നല്ലത്? മഴയുള്ളപ്പോൾ ഓൺലൈൻ ക്ലാസ് നടത്തിക്കൂടെ? എന്തിനാണ് ഈ അവധിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ മറ്റ് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്താ പറയുന്നത്, കുട്ടികളെയും രക്ഷിതാക്കളെയും എല്ലാം ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? സംഭവം നല്ല തീരുമാനം തന്നെയാണ്. പക്ഷേ നമ്മൾ അതൊരു നല്ല രീതിക്ക് ചിന്തിച്ചു നോക്കിയാൽ ഇത്തരം അപകടങ്ങൾ, മഴക്കാലം മൂലമുള്ള അപകടങ്ങൾ